മാരുതി ഓമന. എന്താണ്? നല്ല വണ്ടിയാണ് സാർ. അവർ കൊടുക്കുമെങ്കിൽ വാങ്ങിക്കായിരുന്നു. എനിക്ക് ഈ കാറ് മൊത്തമായിട്ട് താല്പര്യമില്ല. നമ്പർ പ്ലേറ്റ് മാത്രമായിട്ട് കൊടുക്കൂ. അങ്ങനെ കൊടുക്കൂല സാർ. അവർക്ക് വെച്ചോണ്ട് നടക്കണ്ടേ? എന്തെങ്കിലും കാശുള്ള ഈ വണ്ടി ഞാൻ വാങ്ങിച്ചേനെ. ഈ വണ്ടി കൊടുക്കൂല. ഓ ന്യൂസ്. താനാരാ? ഞാൻ നന്ദൻ. അല്ല, നമ്മളാരാ? നമ്മള് ഈ കോർപ്പറേഷനിൽ നിന്ന് കൊതുകിന് തൈലം തളിക്കാൻ വന്നവരാ. അതെ. കിട്ടി. യൂണിഫോമിട്ട് പോലീസിന് മനസ്സിലായിരുന്നു. സോറി സാർ. കൂടുതൽ ഓവർ സ്മാർട്ട് ആവല്ലേ? ആൾ ഇടിയനാ. ഇടിയറ്റോ? ഇടിയൻ. അയ്യോ, നമ്മൾ ഇടിയനും പൊടിയനും ഒന്നും അല്ലേ. മാഡം ആവത്തുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. രാമരാക്ഷ, പേടിപ്പിക്കല്ലേ. മുഖം കണ്ടാലേ അറിഞ്ഞൂടെ ആള് പാവ. ആരാ? എന്ത് വേണം? മിസ്സാണോ മിസ്സിസ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പാർവതി ഒന്ന് കാണണം. മാഡം അല്പം തിരക്കില്ല. നിന്റെ മാഡം മുഖ്യമന്ത്രിയൊന്നുമല്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് പോകാൻ അല്പം തിരക്കുണ്ട്. ഒന്ന് വിളിച്ചാ കൊള്ളായിരുന്നു. താമരാക്ഷ, പൊതുജനം പലവിധം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ CI സാർ ഇങ്ങോട്ടൊക്കെ? വെറുതെ. പ്രത്യേക രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ബംഗ്ലാവ് എന്നെ വല്ലാതെ ആകർഷിച്ചു. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ബംഗ്ലാവ് ഒന്ന് വന്ന് കാണണമെന്ന്. പുറമേ നിന്ന് കാണുന്നത്ര ഭംഗി ചിലപ്പോ അകത്ത് സാറ് കണ്ടെന്ന് വരില്ല. അത് ശരിയാണ്. ഈ പരസ്യങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ, പുറമേ നിന്ന് നോക്കിയാൽ ചെറിയ ഷോറൂം, അകത്ത് കയറിയാൽ വിശാലമായ. ആവശ്യത്തിന് ചിരിച്ചാൽ നിർത്തി. പാർവതി, തനി നാടൻ പേര്. വരുന്നത് ഡൽഹിയിൽ നിന്നും. രണ്ടും കൂടി പൊരുത്തപ്പെടുന്നില്ലല്ലോ. ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് കേരളവുമായി ബന്ധമില്ലെന്ന് അങ്ങനെ തീർത്ത് പറയാൻ കഴിയുമോ സർ? അതും ശരിയാണ്. എന്താ ജോലി? ബിസിനസ്. എന്ത് ബിസിനസ്? ഇങ്ങ് കേരളം തുടങ്ങി അങ്ങ് ബോംബെയും ഡൽഹിയും വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബിസിനസ്. അപ്പൊ താമസിയാതെ ഇനി ഫോറിനിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കാമല്ലോ അല്ലേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? കൃത്യമായി പറയാൻ മാത്രം എനിക്ക് ഓർമ്മയില്ല. എന്നാലും എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. കുറച്ചു ദിവസം ഞാനിവിടെ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് അല്പം തിരക്കുണ്ട്. സത്യം പറയാലോ, ഞാൻ നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിക്കാനാ വന്നത്. മനസ്സിലായില്ല. ഇവിടെ അടുത്തൊരു മരണം നടന്നു, അറിഞ്ഞില്ലേ? അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? പത്രത്തിൽ കണ്ടു. അയ്യോ, ഇത്ര അടുത്ത് നടന്നിട്ടും പത്രത്തിലൂടെ അറിഞ്ഞുള്ളൂ? സംഭവത്തിനൊരു ദൃക്സാക്ഷി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ കുഴയ്ക്കുന്ന മറ്റൊരു പ്രശ്നം. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം സർ? സംഭവം നടന്ന സ്ഥലവും ഇവിടവുമായിട്ട് 2 കിലോമീറ്റർ. ആ സ്ഥിതിക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു എവിഡൻസ് ആയി. നിങ്ങൾക്ക് വേണ്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഞാൻ അറിഞ്ഞാൽ നിങ്ങളെ വിളിക്കാം. താങ്ക് യു. മാഡത്തിനെ കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും നമ്പർ? നന്ദൻ. യെസ് മാഡം. ഇനി ഉള്ള സത്യം പറയാലോ, അതൊരു ആത്മഹത്യയാണെന്നുള്ളത് എനിക്കുറപ്പാ. പക്ഷെ ഈ പത്രക്കാരും സുപ്പീരിയേഴ്സും സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാ. വരട്ടെ മാഡം. താങ്ക് യു. താമരാക്ഷന് ഇവിടെ താമസിക്കാൻ ഉദ്ദേശമില്ലല്ലോ? ഇല്ല. വരൂ. അയാളുടെ ഒരു ചോദ്യവും രീതി. നമ്മളിൽ എന്തെങ്കിലും സംശയമായി കൊണ്ടോ മാഡം? ഏയ്, അയാൾ വെറും ഒരു തിരുമണ്ട. നോ വില്യംസ്, അയാളെ ആ രീതിയിൽ കാണരുത്. മണ്ടൻ വേഷം കെട്ടി നടക്കുന്ന കൂർമ്മശാലിയും ബുദ്ധിമാനുമായ ഒരു കുറുക്കനാണ് അയാൾ. എത്രയോ കേസുകൾ ഇയാൾ തെളിയിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അത്തരത്തിലൊരു പ്രശ്നക്കാരനാണെങ്കിൽ അവന്റെ കാര്യം ഞാൻ ഏറ്റു. വേണ്ട. ഡിപ്പാർട്ട്മെന്റിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾ. അയാൾ ജയിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ അയാളുടെ ജയം നമ്മുടെ വിജയങ്ങൾക്ക് ശേഷം മാത്രം. സിന്ധു. യെസ് മാഡം. നാളെ മുതൽ നിന്റെ ഒരു കണ്ണ് അയാൾക്ക് നേരെ ഉണ്ടാവണം. CI മോഹൻദാസ് നിന്റെ പരിധിയിലാകണം. എന്താ ഇത്? എന്ത് തോന്നിയാസം കാണിക്കാവുന്നോ? സോറി സർ, വണ്ടിയുടെ ബ്രേക്ക് പോയതാ. അത് മാത്രം പറയരുത്. രാവിലെ വണ്ടി എടുക്കുന്നത് തൊട്ടും പോലെ എന്റെ ബ്രേക്ക് ചെക്ക് ചെയ്താ കണ്ട, ഒരു കുഴപ്പമില്ല. സാറിന്റെ വണ്ടിയുടെ ബ്രേക്ക് അല്ല പോയത്, എന്റെ വണ്ടിയുടെയാ. എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അത് ശരി, എൽബോർഡാണല്ലേ? പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഈ ബിസി റോഡിൽ കിടന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നതിനേക്കാളും വല്ല മൈതാനത്തും പോയി പഠിക്കുന്നതല്ലേ നല്ലത്? വളരെ ശരിയാണ് സർ. ഇപ്പൊ തന്നെ സാർ ഒരു ശുദ്ധ ഹൃദയനായതുകൊണ്ട് എന്നോട് ക്ഷമിച്ചു. വെയിറ്റ്, ഞാൻ ക്ഷമിച്ചു എന്ന് തനിക്ക് എങ്ങനെ അറിയാം? സാറിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ. സാർ CI ആണെന്ന് എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? അതല്ല, സാർ ജീപ്പിന്റെ മുന്നിൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇൻസ്പെക്ടറായി വേഷമിട്ട് സിനിമാ നടി ജയനെയാണ് എനിക്ക് ഓർമ്മ വരിക. കളിയാക്കരുത്. മസിൽ അല്പം കൂടുതലുണ്ടെന്ന് കരുതി കളിയാക്കരുത്. അല്ലെങ്കിലും കുട്ടിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് എന്തറിയാം? എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾക്ക് മാത്രം അറിയാം. അങ്ങനെയല്ല, എന്റെ തലയിൽ മാത്രം കെട്ടി വെക്കണ്ട.
സാറിനും കുറച്ചൊക്കെ അറിയാം. ആ താനെന്താ അവിടെ കയറി ഇരിക്കുന്നത്? അതെ, ഇരിക്കുമ്പോ നേരാവണ്ണം ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഏതായാലും കൈ ഒന്നതാ. ഹെൽപ്പ് മീ. പിന്നെന്താ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇങ്ങോട്ട് ഇറങ്ങ്. ഞാൻ സേഫായി. സാറിന് അപകടമൊന്നും പറ്റിയില്ലല്ലോ. സമാധാനം. വാ സാർ. തന്നെയും കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. ആ കുട്ടി പൊക്കോളൂ. താങ്ക് യു സർ. ഇനി എപ്പോഴാ നമ്മൾ കാണുക? എന്തിനാ? വെറുതെ ഒന്ന് കാണാൻ. അതെന്തിനാ വെറുതെ കാണുന്നത്? ഈ സാറിന്റെ ഒരു കാര്യം, എന്തെങ്കിലും കാര്യം ഉണ്ടാകും സാറേ. സാറിന് അറിയില്ലേ, പലപ്പോഴും ഇത്ര ആക്സിഡന്റ് നിന്നാണ് പ്രേമം പൊട്ടിവെക്കുന്നത്. അതൊക്കെ സിനിമയില്. അത് മാത്രമല്ല, ഇയാൾ ആള് പാവ. ഇനി അഥവാ ആരെങ്കിലും എന്നെ ട്രാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഇയാൾ അതിന് കൂട്ടുവെക്കില്ല, അല്ലേ? അപ്പോ കാണാം. വണ്ടി എടുക്ക. വരട്ടുമാ. ശരി സാർ. സോറി സർ. പറവായില്ലേ പാപ്പ? അത് ഞാൻ അറിയാതെ. കുഴപ്പമില്ലെന്നേ. വരട്ടെ സർ. ഹലോ. நல்ல அழகான பாப்பா. பாக்குறதுக்கு கண்ணுக்கு குளிர்மையா இருக்குது. யாரு கண்ணா அந்த பாப்பா? என்ன உங்களுக்கு பிடிச்சிருக்கா? பிடிச்சிட்டேன்னா பலம். நான் ட்ரை பண்ணட்டுமா? ஐயோ, கிடைக்குமாடா கண்ணா? கிடைக்கும், கிடப்ப வைப்பேன். சொன்னா பண்ணி கொடுக்கணும், இல்லைன்னா ടെൻഷൻ ആയിടുവേ. பண்ணுவேன், பண்ண வைப்பேன். ശരിക്കും അയാൾ സിന്ധുവിന്റെ ബോഡി ടച്ചിങ്ങിൽ വീണിരിക്കുക. ഇന്ന് വൈകുന്നേരം വരെ അയാളുടെ മനസ്സിൽ സിന്ധുവായിട്ടുള്ള സംഗമത്തിന് സ്വപ്നങ്ങളായിരിക്കും. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ലാഭം എനിക്ക് തന്നെയാണ്, അല്ലേ അഴകപ്പൻ? അതെ. നാളത്തെ സൂര്യോദയം കാണാൻ തേവർക്ക് കഴിയില്ല. വിളിക്ക്. ഇന്ന് രാത്രി നമ്മൾ പറയുന്നിടത്ത്. ஹலோ, தேவர் சாரா? அந்த பொண்ணு ரெடியா இருக்கு. ஆமா சார். ഇന്ന് രാത്രി ഷാർപ്പ് 7 o'clock ആലത്തൂർ ബ്രിഡ്ജിക്ക് വന്നാ പോതും. ഞാനും പറഞ്ഞേ, അന്ത പാപ്പ ഇവിടെ. ഓക്കെ. ഒരു രണ്ടാം അംഗത്തിന് തയ്യാറെടുത്തോളൂ. പൊള്ളാച്ചി തേവർ. ആലത്തൂർ പാലം. ഷാർപ്പ് 7 o'clock. കൃത്യസമയത്ത് തന്നെ എത്തിയല്ല. അഴകാന പാപ്പ വന്നോ? കിടന്ന് പിടയ്ക്കാതെ അഴകാന പാപ്പനെ മുഴുവനോടെ കാണിച്ചു തരാം. സിന്ധു, മാമാ, ഞാൻ സമ്മതിച്ചു മാമാ. അയ്യോ, ശീക്രം മാമാ, നമുക്ക് ഹോട്ടലിലേക്ക് പോരാൻ പാപ്പ. ഹോട്ടലും ഫ്ലാറ്റും ഈ കുട്ടി വരില്ല. പിന്നെ വേണമെങ്കിൽ ഇവിടെ. അയ്യോ, ഇങ്ങ എപ്പടി? എന്റെ വണ്ടിയെ പാത്തിയാ. ஆமா, இதுக்கு உள்ளப்போ அப்புறம் ஜோலியா புகழ்ந்து விளையாடு. ஐயோ, இதுதான் லேட்டஸ்ட் ஃபேஷன். மாமா சொன்னா நீதான் இன்டர்நேஷனல் மாமாடா. வாமா, போகலாம். டைம் வேஸ்ட் பண்ண வேண்டாம். செல்லு செல்லு பாப்பா. പാർവതി, അപ്പോൾ എന്റെ പേര് മറന്നിട്ടില്ല താൻ. നീ എന്ത് കരുതി ഇവളെ കുറിച്ച്? നിനക്കായി കിടക്ക വിരിക്കുന്ന അഭിസാരികയാണെന്നോ? നിനക്ക് ഓർമ്മയുണ്ടോ, ശരീരത്തിലെ അവസാന രക്തം വാർന്നൊഴുകുമ്പോഴും ജീവിക്കാൻ വേണ്ടി യാചിച്ച് നിന്റെ കാല് പിടിച്ച് കേണപേക്ഷിച്ച ഒരു CI വിഷ്ണുവിനെ സ്വന്തം മാനം നശിപ്പിക്കരുതേ എന്ന് നെഞ്ചിലടിച്ച് കരുണയ്ക്കായി കെഞ്ചിയ 2 പെൺകുട്ടികളെ? உன் திமிர் இன்னும் அடங்கலையா? உன் ஹஸ்பண்ட் நான் இந்த கையால தான் முதல் குத்து குத்தியது. அவனோட நெஞ்சு பிளர்ந்த அதே கையால.
ഇവന്റെ ദുഷിച്ച രക്തം ഇവിടെ വീണാൽ ഈ മണ്ണിന്റെ വിശുദ്ധി കൂടി നഷ്ടപ്പെടും. ഇവനായി കാത്തു നിൽക്കുന്ന ഇവന്റെ ആത്മമിത്രം ബാവച്ചന്റെ അടുത്തേക്ക് അയക്കും ഞാൻ ഇവനെ. പൊളിച്ചടുക്കും മേഡം അവനെ. Come on. Come on, fast. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഉനക്ക് എന്നെ വേണമോ തരല. കഴിയില്ല സേവരെ, ഞാൻ ചോദിക്കുന്നതൊന്നും തരാൻ നിനക്ക് കഴിയില്ല. സ്വന്തം പതിയെ കള്ളനാക്കി കഴിവിലേറ്റിയ പാണ്ഡ്യ മന്നന്റെ കഥ നിനക്കറിയില്ലേ? ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദിയാക്കിയ ആ രാജന്റെ ചെങ്കോലൊടിച്ച് പാണ്ഡ്യദേശത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് വെന്ത് വെണ്ണീറാക്കിച്ച കണ്ണകിയുടെ കഥ. അതുപോലെ നീയും നിന്റെ ആൾക്കാരും അനാഥയാക്കിയ എന്റെ കഥ നിനക്ക് ഓർമ്മയുണ്ടോ? മരണം മുഖാമുഖം കാണുമ്പോൾ ജീവിക്കാൻ ആശ തോന്നുന്നല്ലേ? മേലിൽ നിന്റെ നിഴൽ പോലും ഒരു പെണ്ണിനെയും തീണ്ടരുത്.
ഗുഡ് മോർണിംഗ് സർ. രാജ്യത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സിഐക്ക് ഇപ്പൊ കൂനിന്മേൽ കുരുവെന്ന പോലെയായി. ഒന്നിനുമേൽ ഒന്നായി കേസുകൾ വന്ന് കുമിഞ്ഞു കൂടുകയല്ലേ. ഒരെണ്ണം അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ 3 കഴിഞ്ഞു. ഈ ബന്ധം ഹർത്താലും ഒക്കെ നിരോധിക്കുന്ന പോലെ കൊലപാതകങ്ങൾ നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാവണം സർ. നോൺസെൻസ്. എടോ, തന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ലെങ്കിൽ ഈ കാക്കിയും തോക്കൊക്കെ ഊരി വെച്ച് വേറെ വല്ല പണിയും നോക്കണോ. സോറി സർ, ജോലിക്ക് ഞാൻ ഫിറ്റാണെന്ന് തീരുമാനിക്കേണ്ടത് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. രാഷ്ട്രീയക്കാരുടെ പാരലൽ ഫോഴ്സിന് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. ഞങ്ങൾ നേതാക്കന്മാർ വിചാരിക്കുന്നത് പോലെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ നടക്കൂ. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ തലക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? കഴിവുകേട് സമ്മതിച്ച് പിന്മാറിക്കോ. ഡൽഹിയിൽ നിന്നും ബുദ്ധിയും ശക്തിയും ചങ്കുറപ്പുമുള്ളവരെ ഞാൻ കൊണ്ടുവരും. നിങ്ങളുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളുന്ന കുറെ പാവകളെ ഇറക്കുമതി ചെയ്ത് ലോക്കൽ പോലീസിന്റെ മൊറൽ തകർക്കുന്ന ഏർപ്പാടൊന്നും ഇനി ഇവിടെ നടക്കില്ല സർ. Then get prepared to accept your suspension order within 48 hours. Make it 24 hours sir. You can suspend me, dismiss me or transfer me. I don't mind. പക്ഷേ ആ ഓർഡർ കൈപ്പറ്റുന്നതിന് മുമ്പ് എന്റേതായിട്ടുള്ള ചില ഫൈൻഡിങ്സ് സ്റ്റേറ്റിലെയും സെന്ററിലെയും ഹോം മിനിസ്റ്റർക്ക് ഞാൻ കൈമാറും. I don't care. You have to. ബിസിനസ് സാമ്രാജ്യം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് കൂടെയുള്ള 2 ബിസിനസ് പാർട്ട്നേഴ്സിനെ നിങ്ങൾ കൊല്ലിച്ചേർന്ന ഒരു കൺക്ലൂഷനിലെത്തി അത് പത്രക്കാർക്ക് ഞാൻ ലീക്ക് ചെയ്താൽ സാറിന്റെ പൊളിറ്റിക്കൽ കരിയർ മന്ത്രിസ്ഥാനമൊക്കെ എന്ന് സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും. MLA പോയിട്ട് ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റ് പോലും ആകാൻ കഴിയാതെ മാസ് ലീഡർ വിശ്വനാഥൻ. Shut up, you fool. Better you keep your mouth shut. That will be better for me, for you and for my investigation. Goodbye. സാറേ, എന്തിനാ ഈ മാലയും പോക്കെ കൊണ്ടുപോകുന്നത്? അകത്താരെങ്കിലും മരിച്ചു കാണും. ഓ, ഞാൻ ഊഹിച്ചു. കഷ്ടം. അപ്പൊ പിന്നെ ഈ റീത്തിന്റെ ഉപയോഗം എന്താ? അത് കല്യാണത്തിനോ അല്ലേ? കല്യാണത്തിന്